നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അവർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ട് ദിവസങ്ങളായി. ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോൾ 1-2 ദിവസമായി. എന്നിട്ടും വെസ്റ്റ് ഇൻഡീസ് ടീമിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ICCക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ചാർട്ടർ ഫ്ലൈറ്റിലാണ് ടീമിനെ തിരികെ എത്തിക്കേണ്ടത്. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ICCക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അതിൽ തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട് വെസ്റ്റ് ഇൻഡീസിന്. ഒടുവിൽ അവർ ICCയുടെ ഈ അറേഞ്ച്മെൻറ്റിന് കാത്തു നിൽക്കാതെ സ്വന്തമായിട്ട് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ മടങ്ങിപ്പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അപ്പോൾ ഇതെങ്ങനെയാണോ താൻ ICCയുടെ പിടിപ്പുകേടെന്ന് പറയുക എന്നൊക്കെ ചോദിച്ച ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിൽ യുദ്ധമായതുകൊണ്ട് എയർ സ്പേസ് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ടല്ലേ ഡിലേ ആവുന്നതൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇംഗ്ലണ്ട് എങ്ങനെയാണ് നേരത്തെ മടങ്ങിയത്? മാത്രമല്ല കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഈ പോക്ക് നടക്കുന്നത്. അപ്പോൾ ICCക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ തന്നെ മൈക്കിൾ വോൺ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. മൈക്കിൾ വോൺ മാത്രമല്ല, പല മുൻ താരങ്ങളും പ്രതികരിച്ചിരുന്നു. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ താരങ്ങൾ തന്നെ വളരെ ഫ്രസ്ട്രേഷൻ കാണിച്ചുകൊണ്ട് പോസ്റ്റുകൾ മറ്റുമൊക്കെ ഇട്ടിരുന്നു. മൈക്കിൾ വോൺ ഇന്നലെ ഇട്ട പോസ്റ്റിൽ കാര്യങ്ങളുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ജസ്റ്റ് ടു ലെറ്റ് യു ഓൾ നോ ദാറ്റ് വെസ്റ്റ് ഇൻഡീസ് ഗെറ്റ് നോക്ക്ഡ് ഔട്ട് ഓഫ് ദി വേൾഡ് കപ്പ് ഓൺ March 1. മാർച്ച് 1 വെസ്റ്റ് ഇൻഡീസ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതാണ്. March 9 കഴിഞ്ഞു. അവരിപ്പോഴും ദേ ആർ സ്റ്റിൽ സ്ട്രാൻഡഡ് ഇൻ കൊൽക്കത്ത. അവരിപ്പോഴും കൊൽക്കത്തയിൽ കുടുങ്ങിക്കിടപ്പാണ്. സൗത്ത് ആഫ്രിക്കയും സെയിം പൊസിഷനിലാണ്. ഇത് ശരിയല്ല. അതേസമയം ഇംഗ്ലണ്ട് അവർ പുറത്തായി 36 മണിക്കൂറിനുള്ളിൽ ചാർട്ടർ ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എല്ലാ ടീമുകളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനും സൗത്ത് ആഫ്രിക്കയ്ക്കും അത് നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇംഗ്ലണ്ടിന് നാട്ടിലേക്ക് പോകാം, അതിനവർ ചാർട്ടർ ഫ്ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യത്തിലും അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലും അത് നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. കുറേ നാളുകൾ ഇവിടെ കുടുങ്ങിക്കിടന്നതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ മടങ്ങി പോവുകയാണ്. അത് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് പറഞ്ഞു. അതായത് March 10-നും 11-നുമായിട്ട് മടങ്ങും. ഇന്നലെ കുറേ താരങ്ങൾ മടങ്ങി, ബാക്കിയുള്ളവർ ഇന്ന് മടങ്ങും എന്നുള്ളതാണ് അവരെന്തായാലും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ March 1 ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ട് അവർ പുറത്താവുന്നത്. അതിനുശേഷം അവർ ഗൾഫ് റീജിയനിലുള്ള ആ പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഫ്ലൈറ്റിൻ്റെ ഓപ്പറേഷൻസ് വളരെ കുറവാണ്. സോ സൗത്ത് ആഫ്രിക്കയും ഇതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഹെഡ് കോച്ച് ഡാരൻ സമി പലവട്ടം സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾ ഇവിടുന്ന് യാത്ര ശരിയാക്കി തരണമെന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖിൽ ഹുസൈനും ഷിംറോൺ ഹെറ്റ്മയറും ഒക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നു നമ്മൾ കണ്ടു. February 28 ICC ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സേഫ്റ്റിയും വെൽബീയിങ്ങും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യും. സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് എവറി ഇൻഡിവിജ്വൽ കണക്റ്റഡ് ടു അവർ ഇവൻറ്റ് ഈസ് ദി ICC's ഹയസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഓൾറെഡി ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകളൊക്കെ ഞങ്ങൾ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോജിസ്റ്റിക്സ് ആൻഡ് സെക്യൂരിറ്റി ടീംസ് കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 24 hour ഇതിനു വേണ്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ റിട്ടേൺ സേഫ്ലി ഹോമിലേക്ക്, അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് വിത്ത് മിനിമൽ ഡിസ്റപ്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. പക്ഷേ ICCക്ക് അത് നടപ്പാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ 9-10 ദിവസമൊക്കെ ഒരു ടീമിൽ ഇവിടെ പുറത്തായതിനു ശേഷം കെട്ടിക്കിടക്കേണ്ടി വരുന്നത്. ഏതായാലും വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിലും മടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ICC ഈ പറയുന്ന അറേഞ്ച്മെൻറ്റ്സ് അത് നടക്കുമെന്ന് തോന്നാത്തതുകൊണ്ടാണെന്ന് തന്നെ അവരുടെ വാക്കുകൾ നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പ്ലേ വെസ്റ്റ് ഇൻഡീസ് സ്ക്വാഡ് റിമൈൻഡ് ഇന്ത്യ ഫോർ 9 days awaiting ട്രാവൽ. CWIയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ടും ഇപ്പോഴും ICC ഓർഗനൈസ്ഡ് ചാർട്ടർ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതത്വമാണ്. അത് ഇപ്പോൾ ഗ്ലോബൽ ടെൻഷൻ്റെ അല്ലെങ്കിൽ ഏവിയേഷൻ റെഗുലേഷൻസിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് സിറ്റുവേഷന് വലിയ രൂപത്തിൽ ഡിസ്ട്രെസ്സിങ് ആക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ മടങ്ങി പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി വെൽബീയിങ് ആൻഡ് സേഫ്റ്റി ഓഫ് ഇറ്റ്സ് പ്ലേയേഴ്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്, ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് അഡ്വൈസ്ഡ് ദി ICC ദാറ്റ് ഇറ്റ് വാസ് നോ ലോങ്ങർ പ്രൂഡന്റ് ടു കണ്ടിന്യൂ വെയിറ്റിംഗ് ഓൺ ദി ചാർട്ടർ അറേഞ്ച്മെന്റ് വിച്ച് റിമൈൻ അൺസർട്ടൻ. അതാണ് വിച്ച് റിമൈൻ അൺസർട്ടൻ. ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്ന നിങ്ങളുടെ ആ ചാർട്ടർ ഫ്ലൈറ്റിന് വേണ്ടി ഞങ്ങൾ
ഇനി വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ ICC കൃത്യമായിട്ട് അറിയിക്കുന്നു. Multiple approaches have since been made through CWI players and other partners in coordination with ICC to secure commercial travel to facilitate this court's safe return എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഇപ്പം കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ അവർ മടങ്ങി പോവുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.